ലിസിഗിരി ചെറുപുഷ്പ ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷപൂർവമായ പ്രദക്ഷിണം നടന്നു. ജനുവരി 9 മുതൽ 18 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. കൂട്ടമുഖം കുരിശടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. റവറന്റ് ഫാദർ ജെൻസൺ ലാസലൈറ്റ് വചന സന്ദേശം നൽകി. വാദ്യമേളങ്ങളും ആശീർവാദനവും മുത്തുക്കുടകളുമായി പ്രദക്ഷിണം പള്ളിയിലേക്കും നടന്നു. ജനുവരി 18 ഞായറാഴ്ച കുർബാന, വചന സന്ദേശം എന്നിവയ്ക്ക് റവറന്റ് ഫാദർ ജിതിൻ വയലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് സ്നേഹവിരുന്നോടെ തിരുനാൾ ആഘോഷം സമാപിക്കും. ഈ തിരുനാൾ നടക്കുന്നത് അതിശയിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ജാതി മതഭേദമന്യേ അക്രൈസ്തവരുടെ ഭവനത്തിന് മുൻപിൽ പോലും തിരികൾ തെളിച്ച് വളരെ ആദരവോടുകൂടി ഈ ഒരു തിരുനാളിനെ ഉറ്റുനോക്കുന്ന ഒരു ജനത ഈ നാട്ടിലുണ്ട് എന്ന് വേണം കരുതുവാനായിട്ട്. എങ്ങും പ്രകാശമാണ്, സ്നേഹമുള്ളവരെ, എങ്ങും പ്രകാശമാണ്, എങ്ങും സഹോദര്യമാണ്, എങ്ങും സൗഹൃദമാണ്. ഒരുപക്ഷെ ലിസിഗിരിയുടെ കുന്നിൻ മുകളിൽ നിന്ന് ഇന്ന് വിശുദ്ധന്മാരും വിശുദ്ധകളും താഴേക്ക് ഇറങ്ങി തിരിച്ചു പള്ളി കയറുന്ന ഈ വേളയിൽ ഈ പ്രദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാം ഈ തിരുനാളിൽ, ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഈ ഒരു തിരുനാളിനെ എങ്ങനെ ആക്കി തീർക്കുവാൻ എത്ര പേരുടെ പ്രയത്നങ്ങളാണ് ഉള്ളത്. ഇവിടെ അടുത്തിരിക്കുന്ന ഗായക സംഘം വെടിവെച്ച് പൊട്ടുന്നത് കേട്ട് അവിടെ തകരാതെ പാടുന്നു. ചെണ്ടമേളക്കാര് അവര് കാല് തളർന്നിട്ടും കൈ തളർന്നിട്ടും വാശിയോടെ വീരോടെ കൊട്ടുന്നു. ഞാൻ കുറച്ചു നേരം ബാൻഡ് മേളക്കാരെ നോക്കുകയായിരുന്നു. ഊട്ടുകാർ തൂങ്ങിക്കൊണ്ട ഓടുന്നതിനകത്ത് ഒരു നിൽക്കാൻ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ചെണ്ട കൊട്ടുന്നവർ വളരെ ആവേശത്തോടുകൂടി കൊട്ടുന്നു. ഈ ജനം മുഴുവനും കൈകളിൽ തിരികളേന്തി കൊണ്ടുവരുന്നു. ഇനി ഇവിടെ നമ്മുടെ വലതുവശത്ത് ഈ കുരിശടിയുടെ വലതുവശത്തായിട്ട് 3 വിശുദ്ധരുടെ രൂപങ്ങൾ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ജീവനറ്റ് നമ്മുടെ കുഞ്ഞുമക്കൾ കൊച്ചുത്രേസ്യയെ നോക്കി ചിരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ചിരിക്കുന്ന അമ്മയെ നമ്മൾ രൂപം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മാലാഖ കുഞ്ഞുങ്ങൾ എത്തി നോക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ഇതൊക്കെ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് സത്യത്തിൽ തിരുനാൾ. സ്നേഹമുള്ളവരെ,